നമസ്സർവേഭ്യഃ. ഇന്ന് നമുക്ക് സംസ്കൃത ഉച്ചാരണത്തിലെ അല്പപ്രാണ, മഹാപ്രാണ അക്ഷരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അതായത് കുറഞ്ഞ അളവിൽ മാത്രം ശ്വാസം അല്ലെങ്കിൽ പ്രാണൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെ അല്പപ്രാണ എന്ന് പറയും. പേര് പോലെ തന്നെ ഇവ ഉച്ചരിക്കുമ്പോൾ അധികം ബലം കൊടുക്കേണ്ടതില്ല. ഉദാഹരണത്തിന് കവർഗത്തില് ക ഗ, ചവർഗത്തില് ച ജ, ടവർഗത്തിൽ ട ഡ, തവർഗത്തില് ത ദ, പവർഗത്തില് പ ബ. അതായത് ഈ അക്ഷരങ്ങളിലെല്ലാം ഓരോ വർഗത്തിലെയും ഒന്നാമത്തെയും മൂന്നാമത്തെയും അക്ഷരങ്ങൾ അല്പപ്രാണയാണ്. ഇനി അടുത്തത് നോക്കാം മഹാപ്രാണ എന്താണെന്ന്. കൂടുതൽ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അല്പം ബലം നൽകി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ മഹാപ്രാണ എന്ന് പറയും. ഉദാഹരണത്തിന് ഇഖ്, ഖ, ഇഘ, ഇച്ഛ, ഇജ, ഠ, ഢ, ഥ, ധ, ഭ, ഭ. ഇങ്ങനെ നമ്മൾ അല്പം ബലം കൊടുത്ത് സംസാരിക്കുന്ന അക്ഷരങ്ങളാണ് മഹാപ്രാണ. അതായത് ഓരോ വർഗത്തിലെയും രണ്ടാമത്തെയും നാലാമത്തെയും അക്ഷരങ്ങൾ മഹാപ്രാണയാണ്. അല്പപ്രാണ മൃദുവായിട്ട് ഉച്ചരിക്കും, മഹാപ്രാണ ശക്തമായിട്ടാണ് ഉച്ചരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ കൈപ്പത്തി വായുടെ മുൻപിൽ വെച്ച് ഈ അക്ഷരങ്ങൾ പറഞ്ഞു നോക്കുക. ക എന്ന അക്ഷരം പറയുമ്പോൾ കയ്യിൽ കാറ്റ് അധികം തട്ടുന്നില്ലെങ്കിൽ അത് അല്പപ്രാണ. അതേസമയം ക ഖ എന്ന് പറയുമ്പോൾ കയ്യിൽ നല്ലൊരു ശ്വാസം തട്ടുന്നുണ്ടെങ്കിൽ അത് മഹാപ്രാണ. ഉദാഹരണത്തിന് ദുര്യോധനൻ എന്ന വാക്കെടുത്താൽ ദുര്യോധനനിലെ ദ എന്ന അക്ഷരം അല്പപ്രാണയാണ്. എന്നാൽ ദുര്യോധനൻ എന്നുള്ളതിലെ ആ ഇദ്ധ എന്നുള്ള അക്ഷരം മഹാപ്രാണയാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കി ശ്ലോകം ചൊല്ലിയാൽ കേൾക്കുന്നവർക്ക് അത് കൂടുതൽ ആധികാരികമായി തോന്നും. ഇനി ശ്ലോകം ചൊല്ലുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുമല്ലോ. ധന്യവാദः.